ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്നു. ആൻമരിയ, കൊച്ചിയിലൊക്കെ ആളുകളുടെ മോഡിഫിക്കേഷൻ സ്വപ്നം, പ്രത്യേകിച്ച് യുവാക്കളുടെ മോഡിഫിക്കേഷൻ സ്വപ്നം തീതുപ്പുന്ന സൈലൻസറും വലിയ ശബ്ദമുള്ള വാഹനമൊക്കെയാണ്. അത്തരത്തിൽ ഇപ്പോൾ ഓടിയാൽ കേസാണ്, വാർത്തയാണ്. അതൊക്കെ മോഡിഫിക്കേഷനിലൂടെ നിയമമായി സാധൂകരിക്കണം എന്നുള്ള ആവശ്യം കൂടിയാണ് അവരൊക്കെ പറയുന്നത്. സുഹേൽ, തീർച്ചയായിട്ടും അത് ജെൻസി കുട്ടികൾക്ക് മാത്രമല്ല, വാഹനപ്രേമികളായിട്ടുള്ള കൊച്ചിയിലുള്ള ഒട്ടുമിക്ക ആളുകളുടെയും സ്വപ്നം, അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ സ്വപ്നം എന്ന് പറയുന്നത് സുഹേൽ സൂചിപ്പിച്ചതൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് അത് അന്തിമമായിട്ടില്ലെങ്കിൽ പോലും നിലവിൽ വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് പ്രകാരം അത്തരത്തിലുള്ള മോഡിഫിക്കേഷൻ ആണോ ഇവർ ആഗ്രഹിച്ചിരുന്നത് എന്നറിയാൻ വേണ്ടി കുറച്ചധികം ആളുകളോട് നമ്മൾ ചോദിച്ചു. അപ്പോഴേക്ക് അവർ പറഞ്ഞത് അന്തിമ റിപ്പോർട്ട് വരട്ടെ എന്നാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് 1-2 ആളുകളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം, മോഡിഫിക്കേഷൻ സ്വപ്നം എന്താണ് മനസ്സിലുള്ളത്? ടൂറിസ്റ്റ് ബസ് ആയാലും ഏത് വണ്ടിയായാലും മോഡിഫിക്കേഷൻ കളറായിട്ട് നല്ലതുപോലെ കൊണ്ടുനടക്കണം. അതിൽ നമ്മൾ ആഗ്രഹം എല്ലാവരും. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നല്ലപോലെ ആക്കിയെടുക്കുക. ഈ തീത്തുപ്പുന്ന സൈലൻസ് അങ്ങനെ തന്നെ എല്ലാവരും കാണണ്ടേ വണ്ടിയൊക്കെ, എന്നാലല്ല വണ്ടി എടുത്തതിന് കാര്യമുള്ളൂ. പിന്നെ കളറില്ലാതെ ഒന്നുമില്ലാതെ നടന്നു പോകുന്നതിന് കാര്യമില്ലല്ലോ, എല്ലാവരും നോക്കണ്ടേ. അതൊക്കെ തന്നെയാണ്. നിലവിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ഈ സീറ്റ് കവർ ഇടുന്നതുമായിട്ടൊക്കെ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ്. അത്തരത്തിലുള്ള മാറ്റങ്ങളാണോ ആഗ്രഹിക്കുന്നത്? അങ്ങനെയല്ല, വണ്ടിയുടെ കളറുപരമായിട്ടും അതേപോലെ നിയമപരമായിട്ടുള്ള മോഡിഫിക്കേഷൻ, അതായത് ഇപ്പോൾ ടയർ കുറച്ച് വീതി കൂട്ടുന്നത്, അതൊന്നും ഇപ്പോൾ എത്ര വലിയ അപകടമായ കാര്യമല്ല. അതുപോലെ എന്താ പറയുക, സൗണ്ട് ഓവറാക്കി വെക്കുന്നത് അത് വേണ്ടെന്നുള്ളത് തന്നെയാണ്. അതേപോലെ തീ തുപ്പുന്നത് അതൊന്നും വേണ്ട. നമുക്കിപ്പോൾ കളറ്, അതേപോലെ ഇപ്പോൾ ഇത് ശരിക്കൊരു ആർട്ടാണ്. ഓരോരുത്തരുടെ പല കലയും അതേപോലെ ആ ഒരു സ്റ്റിക്കർ വർക്കാണെന്നുണ്ടെങ്കിലും ഓരോ ആർട്ട് അതിലായിട്ട് കൊണ്ടുവരുന്നതാണ്. ഇതിപ്പോൾ പുറം രാജ്യങ്ങളിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇത് നന്നായിട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. കാരണം ഒരുപാട് ഓട്ടോമോട്ടീവായിട്ട് പല രാജ്യത്തും ഇത് കൊണ്ടുപോകുന്നതാണ്. ഇത് കൊണ്ടുവരണമെന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ മോഡിഫിക്കേഷനിൽ നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള ആഗ്രഹങ്ങളാണ് വരേണ്ടതെന്നാണ് പറയുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ പലതും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നേരത്തെ മുതൽ തന്നെ നിലനിൽക്കുന്ന പല നിയമങ്ങളുമാണ് വന്നിരിക്കുന്നതേ ഉള്ളതാണ്. നമ്മുടെ മുഖ്യമന്ത്രിയെ പോലെ തന്നെ ആ പൂക്കിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരുമെന്നറിയാം. നമുക്ക് ഇനി വാഹനപ്രേമികളുടെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു. നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന കുറച്ച് ആളുകളെ കൂടി കിട്ടിയിട്ടുണ്ട്. അവരുടെയും അഭിപ്രായങ്ങൾ എന്തായാലും നമുക്കറിയണമല്ലോ. ഈ ടൂറിസ്റ്റ് ബസ്സുകൾ സാധാരണ കുട്ടികളെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്ന ഒന്നാണ്. പല ബസ്സുകളുടെയും റീലുകളൊക്കെ ആണെങ്കിൽ അവർ തന്നെ അപ്ലോഡ് ചെയ്യുന്ന രീതിയിലുണ്ട്. അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അത്യാവശ്യം കളറൊക്കെ പഴയ പോലെ തന്നെ നല്ല ഇതായിട്ട് കളറൊക്കെ അടിച്ച് നല്ല വൃത്തിയിൽ കൊണ്ടുവരുന്നത് നല്ലതാണ്. കാരണം നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വെറുതെ വെള്ളയിട്ട് പോകില്ലല്ലോ. നമ്മൾ അത്യാവശ്യത്തിൽ മോടി കൂട്ടാനായിട്ട് നല്ല കളറുള്ള ടീഷർട്ടോ അല്ലെങ്കിൽ നല്ല ഷർട്ടോ ഒക്കെ ഉപയോഗിക്കുന്നു. അതുപോലെ വീട് പണിയാണെങ്കിൽ നമുക്ക് മനസ്സിന് അനുയോജ്യമായ കളറൊക്കെ അടിക്കുന്നുണ്ട്. അപ്പം അതുപോലെ കളറടിക്കുന്നത് നല്ലതാണ്. കാരണം വെറുതെ ഒരു വെള്ളക്കുപ്പായിട്ട് നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ പുറം സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകൾ വരുമ്പോൾ പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ നമുക്ക് ശരിക്കും നാണക്കേടാണ്. നമുക്ക് മാത്രം ഒരു വൈറ്റ് കളറും പിന്നെ ഒരു കളർ കോഡ് ലൈനും, എവിടെ ചെന്നാലും കേരള വണ്ടി എന്ന് പറയും. ദൂരെ നിന്ന് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. പണ്ട് ഈ കളറിൻ്റെ കാര്യത്തിൽ ഈ കളർ മാത്രമല്ല മറ്റു തരത്തിലുള്ള മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാവും? മറ്റു തരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് സിസ്റ്റം ഒക്കെ നല്ലതാണ്. പക്ഷെ ഇപ്പോൾ കുറേ ഓവറായിട്ട് ചിലർ ചെയ്യുന്നുണ്ട്. അത് ഓവർ തന്നെയാണ്. ഇപ്പം നമ്മൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന തരത്തിൽ പുറത്തേക്കുള്ള ഉച്ചത്തിലുള്ള ശബ്ദത്തിലുള്ള കോലാഹലങ്ങൾ അത് നല്ലതല്ല. അവർ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡിഫിക്കേഷൻ ഒക്കെ വേണം, പക്ഷെ അതിനകത്തും ഇവർ പറയുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അമിതമായിട്ടുള്ള ആഗ്രഹമൊന്നും കൊച്ചിക്കാരെ മുഴുവനായിട്ട് നോക്കുകയാണ്. അതായത് വാഹനപ്രേമികളെ മൊത്തത്തിൽ ജെൻസി പിള്ളേർ മാത്രമല്ല ബാക്കിയുള്ളവരെ കൂടി നോക്കിയിട്ടുണ്ടെങ്കിലില്ല. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുമോ ഇല്ലയോ എന്നുള്ളതാണ് സുഹൈൽ അവർ നോക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.